ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് അംഗനവാടിയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അപ്പോൾ വേദുട്ടീനെ അംഗനവാടിയിൽ നിന്ന് 8 മണിക്കാണ് കൊടിയുയർത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലർക്ക് ഇവിടുത്തെ കുറേ അംഗനവാടിയിൽ ഇതുപോലെ കൊടിയുയർത്താൻ പോകണം. അപ്പോൾ ഞങ്ങളുടെ അംഗനവാടിയിൽ കിട്ടിയിരിക്കുന്ന സമയം 8 മണിയാണ് കേട്ടോ. അപ്പോൾ വേദുട്ടിയോട് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ എഴുന്നേൽക്കണമെന്ന്. പറഞ്ഞ പോലെ തന്നെ വിളിച്ച വഴിക്ക് വേദുട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. ഞങ്ങൾ നേരെ കുളിക്കാനൊക്കെ പോയി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. പൊട്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ ആൾ പറയുക അവൾക്ക് ആ പൊട്ട് എങ്ങനത്തെ പൊട്ടാണെന്ന് കാണണമെന്ന്. അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ അത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളിത് മുടിയൊക്കെ കെട്ടി മാലയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി വയറിന് അസുഖം വന്ന കാരണം ഞങ്ങൾ മിഠായി മധുരമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അംഗനവാടിയിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുന്ന ആൾക്കറിയാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് പനിയാണ് കേട്ടോ. അവൾക്ക് നല്ല ആഗ്രഹമായിരുന്നു സ്കൂളിലേക്ക് പോകണമെന്ന്. പക്ഷേ എണീക്കാൻ പറ്റുന്നില്ല, അത്രയധികം പനിയായിരുന്നു. അങ്ങനെ ഞങ്ങളത് താഴേക്ക് ഇറങ്ങി അങ്ങനെ അംഗനവാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മിഠായി കിട്ടി. അവിടെ റോട്ടിൽ കൊടി ഉയർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് മിഠായി തന്നു. അങ്ങനത്തെ അംഗനവാടിയിലെത്തി. അപ്പോൾ അവിടെ അലങ്കരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ടീച്ചേഴ്സ്. അങ്ങനത്തെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആകെ 4 കുട്ടികളേ ഉള്ളൂ, അതിൽ ഒരാൾ വന്നിട്ടില്ല. അങ്ങനെ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾ. വേദുട്ടി മാത്രമായിരുന്നു ചാച്ചാജിയുടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോകളൊക്കെ എടുത്തതിന് ശേഷം കൗൺസിലർ വന്നു. കൗൺസിലർ വന്നിട്ട് ഞങ്ങളെ കൊടി ഉയർത്തി കേട്ടോ. അങ്ങനെ ആൾക്ക് ഭയങ്കര തിരക്കായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ കുറേ അംഗനവാടിയിൽ പോകാനുണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ ഇനി വേറെ അംഗനവാടിയിൽ പോകണം. ഈ ഡിവിഷനിലുള്ള എല്ലാ അംഗനവാടിയിലും ആൾ തന്നെയാണ് കേട്ടോ കൊടിയുയർത്തുന്നത്. അങ്ങനെ സാറ് വേഗം ഒരു ലഡു എടുത്തിട്ട് പിള്ളേർക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തിട്ട് ആൾ വേഗം അവിടെ നിന്ന് പോയി കേട്ടോ. അങ്ങനെ വേദുട്ടിക്കാണെങ്കിലോ ലഡു കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു, കുറേ നാൾ കഴിക്കാത്ത കാരണം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചെരുപ്പൂരി വേദുട്ടി വേഗം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ എടുത്ത് പോയിട്ട് തട്ടിക്കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.